ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം പരിപാടിയിലേക്ക് സ്വാഗതം. എൻ്റെ മക്കളെ ഞാൻ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടത്താനാകുന്നില്ല എന്ന വ്യസനം പങ്കുവയ്ക്കുന്ന നിരവധി മാതാപിതാക്കളെ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടുമുട്ടാറുണ്ട്. അവരുമായി പങ്കുവയ്ക്കാറുള്ള ചില ധ്യാന ചിന്തകളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം. പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളോട് നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് അവർ പഠിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്ന ഭാഷയാണ് നമ്മളുടെ കുട്ടികൾ സംസാരിക്കുക. നമ്മൾ നമ്മളുടെ മക്കളോട് കാക്കയെ കാണിച്ചിട്ട് കാക്കയെന്ന് പറഞ്ഞാൽ മക്കൾ അതിനെ ഒരിക്കലും കുയിലെന്ന് പറയാറില്ലല്ലോ. നമ്മളുടെ മക്കളെ മല കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് മലയെന്ന് പറഞ്ഞാൽ അവർ ഇത് മണ്ണാണെന്ന് പറയില്ലല്ലോ. ഒരിക്കലും നമ്മുടെ മക്കളെ കാണിച്ച് കായൽ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് കായലെന്ന് പറയുമ്പോൾ അവർ അതിനെ കടലെന്നും പറയാറില്ല. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തോ അതാണ് നമ്മളുടെ മക്കൾ തിരിച്ചു പറയുന്നത്, അഥവാ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ മാതൃഭാഷയാണ് നമ്മളുടെ മക്കളുടെ മാതൃഭാഷ. നമ്മളുടെ മക്കൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. നമ്മളുടെ നാട്ടിലെ നമ്മളുടെ നാടൻ പലഹാരങ്ങളോട് അവർക്ക് വലിയ പ്രിയമാണ്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലുള്ള ഭക്ഷണങ്ങളോട് കുട്ടികൾ ആഗ്രഹം പ്രകടിപ്പിക്കുമെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ ചെറുപ്പക്കാരുടെ ഉള്ളിലെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെന്നതാണ്. അമ്മ നൽകുന്ന ഭക്ഷണം, അമ്മ പറഞ്ഞു കൊടുത്ത ഭാഷ, അമ്മ ഇട്ടുകൊടുത്ത വേഷം, അച്ഛനും അമ്മയും കൊണ്ടുപോയി ആക്കിയ സ്കൂൾ, ഇങ്ങനെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചത്, നമ്മൾ പറഞ്ഞു കൊടുത്തത് അവർ തിരിച്ചു ചെയ്യുന്നതാണ്. ഇതൊരു സത്യമാണ്. നമ്മളുടെ രാഷ്ട്രീയമായിരിക്കും ചിലപ്പോൾ നമ്മളുടെ മക്കളുടെയും രാഷ്ട്രീയം. നമ്മളുടെ കുടുംബത്തിൽ ആരോടെങ്കിലും നമുക്കൊരു വിരോധമുണ്ടെങ്കിൽ ഈ മക്കൾക്കും അവരോട് വിരോധം കാണും. നമ്മളെ നോക്കിയാണ് ഈ മക്കൾ വളരുന്നത്. നോക്കുക, നമ്മളുടെ മക്കളുടെ ജീവിതത്തിലെ 95% കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ് അവർ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് 7-8 വയസ്സ് വരെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് അതുപോലെ പാലിക്കുന്നവരാണ് നമ്മളുടെ മക്കൾ. അങ്ങനെയുള്ള മക്കളെ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്, ഈ മക്കൾ ഞങ്ങൾ യേശുവിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവരടുക്കുന്നില്ല എന്ന്. പലപ്പോഴും ഇത് പറയാൻ നമ്മൾ ശ്രമിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവർ ടീനേജേഴ്സ് ആയി കഴിഞ്ഞിട്ട് അവർ നമ്മളുടെ പിടിയിൽ കിട്ടാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ നമ്മളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇവരെ ആര് നന്നാക്കി എൻ്റെ വരുതിയിലാക്കി തരും? അപ്പോൾ നമുക്ക് ഓർമ്മ വരും, ഒരു ദൈവമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ ആൾക്കാരുടെ അടുത്ത് എത്തുക. എന്നിട്ട് നമ്മൾ പറയുന്നത്, എൻ്റെ മക്കളെ ഒന്ന് നന്നാക്കി തരണം. അപ്പോഴും നമ്മളുടെ മക്കളെ ദൈവഹിതത്തിനനുസരിച്ച് ആക്കി തരണമെന്ന് നമ്മൾ പറയാറില്ല. എൻ്റെ മക്കൾ വളരെയധികം ധിക്കാരം കാണിക്കുന്നു, അവരുടെ ധിക്കാരം ഒന്ന് മാറ്റിത്തരണം. എൻ്റെ മക്കൾ പഠിക്കുന്നില്ല, അവരുടെ പഠനക്കുറവ് അല്ലെങ്കിൽ പഠനത്തിലുള്ള ശ്രദ്ധയില്ലായ്മയൊന്ന് മാറ്റിത്തരണം. ഇങ്ങനെ നമുക്ക് ആ മക്കളിൽ എന്താണോ മാറി വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യവുമായിട്ടാണ് നമ്മൾ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകാറുള്ളത്. എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾക്ക് ദൈവം ഈ മക്കളെ ഏൽപ്പിച്ചു തന്നപ്പോൾ ഒരു വലിയ അധികാരം തന്നിരുന്നു. ആ അധികാരമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഭാഷ സംസാരിപ്പിക്കുവാനുള്ള അധികാരം. ആ അധികാരമാണ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് വളരുവാനുള്ള അധികാരം. ആ അധികാരമാണ് നമ്മൾ പറഞ്ഞു വിടുന്ന സ്കൂളിൽ പോയി പഠിക്കുവാനുള്ള അധികാരം. ഈ അധികാരങ്ങളെല്ലാം വളരെ കൃത്യമായി നമ്മൾ ചെയ്തപ്പോൾ ദൈവം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യമുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ മക്കൾ ദൈവം നൽകിയ ദാനമാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്കുണ്ടായ കുഞ്ഞാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കുഞ്ഞല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരുപക്ഷെ 10 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടൊരു കുഞ്ഞിനെ കിട്ടിയാൽ ദൈവം തന്ന കുഞ്ഞെന്നും, ആദ്യമേ ഉടനെ തന്നെ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ അതെൻ്റെ കുഞ്ഞെന്നും നമ്മൾ വിചാരിക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല. ദൈവമാണ് നിങ്ങൾക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചു തന്നത്. ആ ദൈവം നമുക്കൊരു അധികാരവും തന്നു, ഈ കുഞ്ഞിനെ ഇഷ്ടമുള്ള വഴികളിലൂടെ നമുക്കിഷ്ടമുള്ളത് പറഞ്ഞു കൊടുത്ത് വളർത്താൻ. ഇത് തരുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു വിശ്വാസമുണ്ടായിരുന്നു. ദൈവം പൂർണ്ണാധികാരം തന്ന് നമ്മളുടെ കയ്യിൽ ഏൽപ്പിച്ച കുഞ്ഞുങ്ങളെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ നടത്തുമെന്നുള്ള വിശ്വാസം. എന്നാൽ ആ ദൈവം ഈ വിശ്വാസത്തോടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ കൈകളിൽ ഏൽപ്പിച്ചപ്പോൾ നമ്മൾ ദൈവത്തെ ഒഴിച്ച് നമുക്കിഷ്ടമുള്ള ബാക്കി എല്ലാ കാര്യങ്ങളിലേക്കും ആ കുഞ്ഞിൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിട്ടു. നമുക്കിഷ്ടപ്പെട്ടതുപോലെ ആ കുഞ്ഞ് വളർന്നു വരാൻ നമ്മൾ ആഗ്രഹിച്ചു. അതല്ലേ സത്യം?
അങ്ങനെ നമ്മളുടെ ഇഷ്ടപ്രകാരം ആ കുഞ്ഞിനെ വളർത്തിയപ്പോഴാണ് ഒരു അവസ്ഥയിൽ ആ കുഞ്ഞ് സ്വയം സ്വതന്ത്രമാകുന്ന ഒരു പ്രായമെത്തിയത്. അതെല്ലാ കുട്ടികൾക്കും വരും. ആ സ്വതന്ത്രമാകുന്ന പ്രായത്തിൽ ആ കുഞ്ഞ് ഒരുപക്ഷെ നമ്മളെ നിഷേധിക്കുവാനായിട്ട് തുടങ്ങും. ആ കാലഘട്ടത്തിൽ കുഞ്ഞ് നമ്മളെ നിഷേധിക്കാതിരിക്കണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ട ഒന്നായിരുന്നു ദൈവവിശ്വാസം. എന്നാൽ അത് കൊടുക്കാൻ നമുക്കായില്ല. എൻ്റെ ജീവിതം ഒരു ഉദാഹരണമാണ്. ഞാൻ ജീവിച്ചതും വളർന്നതും ഒരു ഉത്തമ കത്തോലിക്ക കുടുംബത്തിൽ തന്നെയാണ്. എൻ്റെ അമ്മ വളർന്നത് ഒരു ശക്തനായ ദൈവ മകൻ്റെ മകളായിട്ടാണ്. ഒരു ദിവസം 35ഓളം ജപമാലകൾ ചൊല്ലുന്ന, എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന, കുർബാനയ്ക്ക് വളരെ നേരത്തെ പോയി 1.5 മണിക്കൂർ മുമ്പ് സക്രാരിയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ മകളാണ് എൻ്റെ അമ്മ. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥന ഒരു നല്ല ശീലമാണ്. അമ്മ ഒരു വലിയ പുണ്യവതിയാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരു സാധാരണ സ്ത്രീയാണ്. എല്ലാ വിധത്തിലുള്ള മാനുഷികമായ കുറവുകളും നന്മകളും ഒക്കെയുള്ള ഒരു നല്ല അമ്മ. ഈ അമ്മയുടെ ഏറ്റവും വലിയ ശീലം മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും, ഏത് സമയവും പ്രാർത്ഥിക്കും. അടുക്കളയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് എണ്ണാൻ പ്രയാസമായതുകൊണ്ട് മമ്മി ചെയ്യുന്നത് കല്ലുകൾ എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് 5 കല്ലുകൾ ഒരു സ്ഥലത്ത് വയ്ക്കും, 10 കല്ലുകൾ വേറൊരു സ്ഥലത്ത് വയ്ക്കും. ഒരു രഹസ്യം കഴിയുമ്പോൾ ഒരു കല്ലെടുത്ത് മാറ്റും. ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ കഴിയുമ്പോൾ 10 കല്ലുകളിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അങ്ങോട്ട് മാറ്റും. കാരണം ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ചിലപ്പോൾ എണ്ണം തെറ്റിപ്പോകും. അതുകൊണ്ട് എണ്ണം തെറ്റാതിരിക്കാൻ നന്മ നിറഞ്ഞ മറിയം കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് മാറ്റി വെച്ചാണ് അമ്മ എണ്ണം പിടിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഒരു ദിവസം 10-15 ജപമാല ആ ജോലികൾക്കിടയിൽ തന്നെ അമ്മ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന അമ്മയുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്നാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, സ്കൂളിലെ അവസ്ഥകൾ ഇതെല്ലാം കണ്ടപ്പോൾ ഞാൻ ഒരു വല്ലാത്ത വ്യക്തിത്വത്തിന് ഉടമയായി തീർന്നു. സ്കൂളിലെ അധ്യാപകരെയൊക്കെ വെറുപ്പിക്കുന്ന ഒരു വ്യക്തിത്വമായി തീർന്നു. എനിക്ക് എൻ്റെ അധ്യാപകരും എന്നെ അറിയാവുന്ന ആളുകളുമൊക്കെ ഇവനോടുകൂടെ കൂട്ടുകൂടരുത് എന്ന് എൻ്റെ സമപ്രായക്കാരെ ഉപദേശിക്കുന്ന ഒരു വികല വ്യക്തിത്വമായിരുന്നു എൻ്റെത് എന്ന് പറയേണ്ടി വരും. സ്കൂളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് ഒരു അധ്യാപിക കൂട്ടുകാരോട് പറഞ്ഞത്രേ, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞത്രേ, നിങ്ങൾ ഒരിക്കലും അവൻ വോട്ട് ചെയ്യരുത്. അത്രമാത്രം അധ്യാപകരുടെ അപ്രീതിക്ക് പാത്രമായ, ഒരിക്കലും അങ്ങനത്തെ വ്യവസ്ഥിതിയിൽ അവർ ചെയ്യാറില്ല. എന്നാൽ പോലും അവർ അങ്ങനെ ചെയ്യും വിധം എന്നോട് വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടായിരുന്ന ഞാൻ വീട്ടിൽ വരുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ എൻ്റെ അമ്മ അറിയും. ശാസിക്കാൻ ശ്രമിക്കും. അമ്മയുടെ ബുദ്ധി ഉപയോഗിച്ചാണ് അമ്മ എന്നെ ശാസിക്കുന്നത്. പലപ്പോഴും അത് ഫലപ്രദമാകാറില്ല. എന്നാൽ ശാസിക്കുന്നതിനിടയ്ക്ക് അമ്മ എന്നെ നോക്കിയിട്ട് ഒരു കാര്യം പറയും, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ ആത്മാവ് നശിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ കർത്താവിലേക്ക് തിരിച്ചു വരും, നല്ലൊരു സ്വഭാവമുള്ള വ്യക്തിയായി തീരും എന്ന് എൻ്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ഞാൻ ദൈവത്തിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഞാൻ ഈ ശുശ്രൂഷകളിലേക്ക് വരുന്നത്. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ യുവജനങ്ങളോട് എന്തെങ്കിലും പറയുവാനായി ഒരു വ്യക്തിയെ ആളുകൾ അന്വേഷിക്കുമ്പോൾ അക്കൂട്ടത്തിൽ അവർ അന്വേഷിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ പണ്ടൊരിക്കൽ യുവജനങ്ങളോട്, എൻ്റെ സമപ്രായക്കാരോട്, ചെറുപ്പക്കാരായ കുട്ടികളോട് ഇവനോട് കൂട്ടുകൂടരുത്, ഇവൻ നിങ്ങളെ ചീത്തയാക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ദൈവം എന്നെ മാറ്റുകയും ഈ കുട്ടികളോട് നീ സംസാരിക്കുക, ഇവർ നന്നാകുമെന്ന് സമൂഹം എന്നോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറുകയും ചെയ്തെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഉറപ്പാണ്, ദൈവവിശ്വാസമുള്ള അമ്മയുടെ പ്രാർത്ഥന കണ്ടതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൻ്റെ മുൻപിൽ വെച്ച്, എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ, കർണക്കൊന്ത പ്രാർത്ഥിക്കുവാൻ, അവൻ കാണുകെ ദൈവത്തെ ആരാധിക്കുവാൻ, അവനെയും കൊണ്ട് ദേവാലയത്തിൽ പോയി മുട്ടുകുത്തുവാൻ, അവന് മാതൃകയായി ജീവിക്കുവാൻ എനിക്ക് പ്രചോദനമുണ്ടാവുകയാണ്. കാരണം ഞാൻ എൻ്റെ അമ്മ ചെയ്യുന്നത് അതുപോലെ അനുവർത്തിക്കുവാൻ ശ്രമിച്ചു. പിന്നീട് ദൈവസന്നിധിയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ബൈബിളിൽ നോക്കിയാൽ ഒരു മകൻ്റെ ചരിത്രം കാണുവാൻ സാധിക്കും. എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു ചരിത്രമാണ്. ഒരുപക്ഷെ പഠിക്കുന്ന മക്കളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചരിത്രമാണ്. ദൈവം ഈ ലോകത്തിൽ ഒരിക്കലും മറ്റാർക്കും കൊടുത്തിട്ടില്ലാത്ത ജ്ഞാനം കൊടുത്ത ഒരു മകനുണ്ട്. ആ മകൻ്റെ പേരാണ് സോളമൻ. സോളമനെ കുറിച്ച് ബൈബിളിൽ ഇപ്രകാരമാണ് പറയുന്നത്. സോളമൻ രാജാവായതിനു ശേഷം ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലെ 4 മുതലുള്ള വാക്യങ്ങളാണ്. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തു, നിനക്കെന്ത് വേണമെന്ന് പറഞ്ഞുകൊള്ളുക. പ്രിയമുള്ളവരെ, ഇവിടെ വെച്ചാണ് കർത്താവ് അവന് ജ്ഞാനം കൊടുക്കുന്നത്.
എന്നാൽ ഈ സോളമനെ കുറിച്ച് ഇപ്പോൾ നിങ്ങളൊന്ന് കാണണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത് 1000 ബലി ആ സ്ഥലത്ത് അർപ്പിച്ചിരുന്നു. ഓരോ സമയവും ബലി അർപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് സോളമൻ അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങും. അതായത് 1000 ദിനരാത്രങ്ങൾ അദ്ദേഹം ഈ ബലി അർപ്പിക്കുന്ന സ്ഥലത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനായ രാജാവ് അതിനു മുൻപ് 1000 വൺ ഡേ പ്രോഗ്രാമുകൾ ദൈവസന്നിധിയിൽ നടത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു സ്ഥലത്ത് 1000 തവണ പോയി ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ച് പ്രാർത്ഥിച്ച ഒരു മകന്റെ അടുക്കലാണ് 1000 തവണ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം അന്ന് ഉറങ്ങുമ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്, അവന് ജ്ഞാനം നൽകുകയാണ്. എങ്ങനെയാണ് സോളമൻ ഇത്രയും തിരക്കുള്ള ഒരു രാജാവിൻ്റെ മകനായ, ഇത്രയും വലിയ സമ്പൽ സമൃദ്ധിയുള്ള ഒരു രാജാവിൻ്റെ മകനായ രാജകുമാരനായ സോളമന് 1000 ദിവസങ്ങൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നിയത്? തൻ്റെ ബാഹ്യ ആഡംബരങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ അടുത്ത് പോകണം, അവിടെ പോയി ഇരിക്കണം, അങ്ങനെ ദൈവം വന്നാൽ ജ്ഞാനം വേണമെന്ന് ചോദിക്കണമെന്ന് തോന്നിയത്? അതിനൊരു കാരണമുണ്ട്. ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. അത് സോളമനാണ് എഴുതിയത്. തുടങ്ങുന്നത് തന്നെ ദാവീദിൻ്റെ മകനായ സോളമൻ എഴുതിയ പുസ്തകമെന്ന് പറഞ്ഞാണ്. ഈ പുസ്തകത്തിൽ സോളമൻ നമുക്ക് നൽകുന്ന ഒരു നല്ല ഉപദേശമുണ്ട്. ശ്രദ്ധിക്കണം. 4-ാം അധ്യായമാണ്. മക്കളെ, പിതാവിൻ്റെ പ്രബോധനം കേൾക്കുവിൻ. ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു. എൻ്റെ പാഠങ്ങൾ തള്ളിക്കളയരുത്. ഞാൻ അമ്മയ്ക്ക് ഏകസന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ. ഇത് സോളമൻ്റെ മക്കൾക്ക് വേണ്ടി എഴുതിയതാവണം. അപ്പോൾ മക്കളെ അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, മക്കളെ എൻ്റെ പ്രബോധനം കേൾക്കുവിൻ. ഈ അപ്പൻ മക്കളെ വളർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അമ്മയ്ക്ക് ഏകസന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു. നിന്റെ ഹൃദയം എൻ്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ. എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും. വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക. എൻ്റെ വാക്കുകൾ വിസ്മരിക്കരുത്, അവയിൽ നിന്ന് വ്യതിചലിക്കരുത്. ജ്ഞാനം ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. നോക്കുക, സ്വന്തം അപ്പൻ ഈ കുഞ്ഞു മകനെ ബാല്യത്തിൽ, ഇളം പ്രായത്തിൽ തൻ്റെ അടുക്കലേക്ക് ചേർത്ത് വെച്ചിട്ട് ഉപദേശങ്ങൾ നൽകുകയാണ്. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തെ നീ പൊന്നുപോലെ കാണണം, ഉപേക്ഷിക്കരുത്. ഈ ഒരു അറിവ് കാരണമാണ് ഈ അപ്പൻ ഇതുപോലെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് ആ അപ്പൻ്റെ ദൈവത്തെ ആരാധിക്കുവാൻ വളരെ കമ്മിറ്റ്മെൻറ്റോടുകൂടി സോളമൻ ഈ പൂജാഗിരിയിലേക്ക് സ്ഥിരമായി പൊയ്ക്കൊണ്ടിരുന്നത്, 1000 ദിവസം പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കണം. നമ്മളുടെ 20 വയസ്സുള്ള ഒരു മകൻ 1000 വൺ ഡേ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുവാൻ നമ്മൾ അവനെ പ്രചോദിപ്പിച്ച് ഈ 20 വയസ്സിനുള്ളിൽ 1000 വൺ ഡേ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത് ദൈവത്തെ ആരാധിച്ച് അങ്ങനെ ജ്ഞാനം നേടുന്നൊരവസ്ഥയിലേക്ക് അവനെ നയിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പോൾ തന്നെ വർഷത്തിൽ ഒരു വൺ ഡേ പ്രോഗ്രാമിന് ഒരു കുഞ്ഞിനെ വിടുന്നത് തന്നെ നമുക്ക് ഭാരമാണ്. ഇതാ ദാവീദ് തൻ്റെ മകനെ 1000 ദിവസങ്ങൾ ദൈവത്തെ ആരാധിക്കാനായി വിട്ടുകൊടുത്തിരിക്കുന്നു. അങ്ങനെയാണ് ദാവീദ് സോളമനെ വളർത്തിയത്. ഈ ദാവീദിൻ്റെ കാര്യം എങ്ങനെയാണ്? ദാവീദിൻ്റെ അപ്പനെ കുറിച്ച് ബൈബിളിൽ നമുക്കൊരു സൂചന കിട്ടുന്നുണ്ട്. ദാവീദിൻ്റെ അപ്പൻ ദാവീദിനെ സാമുവേൽ പ്രവാചകന് കാണിക്കാതെ ഒളിപ്പിച്ച് നിർത്തിയ ഒരാളെ പോലെയാണ് കാറ്റഗിസം പഠിപ്പിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. കാറ്റഗിസത്തിൽ ഞാനിത് അറിഞ്ഞ സമയത്ത് എനിക്ക് ജസ്സയോട് ശരിക്കും ഒരു ദേഷ്യം തോന്നി. ഈ ദാവീദിനെ എന്തുകൊണ്ടാണ് ആദ്യമേ സാമുവേൽ പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവരാതിരുന്നത്? എന്നാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ജസ്സയുടെ സ്വഭാവത്തെ പഠിച്ചപ്പോഴാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയത്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ജസ്സയുടെ ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിക്കും. ജസ്സയുടെ അടുത്ത് സാമുവേൽ പ്രവാചകൻ വരികയാണ്. ജസ്സയുടെ ഒരു മകനെ അദ്ദേഹം കൊണ്ടുപോകുമെന്ന് സാമുവേൽ പ്രവാചകന് മനസ്സിലായി. നമുക്കറിയാം ഏലിയായുടെയും തമ്മിലുള്ള ആ ബന്ധം വായിച്ചാൽ ഏലിയ ഇങ്ങനെ നടന്നുപോയി ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. ആ ഏലീഷ പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏലിയയുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. അങ്ങ് പോവുകയാണ്. ഒരു പ്രവാചകൻ വന്ന് വിളിച്ചാൽ ആ ചെറുപ്പക്കാരൻ കൂടെ അങ്ങ് പോവുകയാണ്. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ ജസ്സയുടെ വീട്ടിലേക്ക് സാമുവേൽ പ്രവാചകൻ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളെ നോട്ടമിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ ജസ്സെ ദൈവമാണ് ഈ പ്രവാചകനിലൂടെ തൻ്റെ ഒരു മകനെ വിളിക്കുന്നതെന്ന് തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ജസ്സെ ആദ്യം ചെയ്തത് ജസ്സയുടെ വീട്ടിലെ ഏറ്റവും നല്ല മക്കളെ, ഏറ്റവും ആരോഗ്യമുള്ള മക്കളെ എല്ലാവരെയും സാമുവേൽ പ്രവാചകൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ്. അത് നമ്മൾ ബൈബിളിൽ കാണുന്നത് ഏറ്റവും മൂത്ത മകൻ, കടിഞ്ഞൂലായിട്ടുള്ള ആദ്യത്തെ സന്താനം, അവരാണ് ഇസ്രായേലിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ, കുടുംബത്തിലെ വ്യക്തികൾ. ഈ ഏറ്റവും മുതിർന്ന മകനെ സാമുവേൽ പ്രവാചകന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു.
കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുൻപിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവൻ്റെ ആകാരവടിമോ ഉയരമോ നോക്കണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. ജെസ്സെ കണ്ടത് എന്താണ്? തൻ്റെ മൂത്ത മകനാണ് ഏറ്റവും യോഗ്യൻ. അതുകൊണ്ടാണ് മൂത്ത മകനെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത്. പിന്നീട് 7 മക്കളെയും കൊണ്ടുവന്നു. ഈ 7 മക്കളെയും കർത്താവ് സ്വീകരിക്കുന്നില്ല എന്ന് കണ്ട് സാമുവൽ തിരിഞ്ഞു ചോദിച്ചു, നിനക്ക് ഇനിയും മക്കളുണ്ടോ? അങ്ങനെയാണ് ദാവീദിനെ കൊണ്ടുവരുന്നത്. ജെസ്സെ ദാവീദിനെ അങ്ങനെ ഇഷ്ടപ്പെടാതെ ഒളിപ്പിച്ചു വെച്ചതല്ല. യഥാർത്ഥത്തിൽ ജെസ്സയുടെ വീട്ടിലെ ഏറ്റവും നല്ല മക്കളെന്ന് ജെസ്സെ കരുതിയിരുന്നവരെ ദൈവത്തിന് കൊടുക്കാനാണ്. കടിഞ്ഞൂൽ സന്താനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവനെയാണ് ആദ്യം കൊണ്ടുവന്നത്. അവനെ കർത്താവ് സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ ജെസ്സെ അടുത്ത മകനെ കൊണ്ടുവരികയാണ്. ഏറ്റവും നല്ല മകനെ ദൈവം കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ച് അവനെ സ്വീകരിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ജെസ്സയുടെ മനസ്സിലെ അടുത്ത മകനെ കൊണ്ടുവരികയാണ്. അങ്ങനെ ജെസ്സയുടെ മനസ്സിൽ ദൈവത്തിന് ഉപകാരപ്പെടത്തില്ല എന്ന് വിചാരിച്ച് ജെസ്സയെ മാറ്റിവെച്ചിരുന്ന ബാലനായ ഒരു മകനുണ്ട്. പ്രിയമുള്ളവരെ, ആ മകനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ദൈവത്തിന് ഏറ്റവും നല്ല മകനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന മക്കളിൽ ഏറ്റവും മോശമെന്ന് അവർ കരുതുന്ന മകനെ പോലും തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ലോകത്തിൻ്റെ നെറുകയിൽ കൊണ്ടുപോകുവാൻ കഴിവുള്ള മനസ്സ് കാണിക്കുന്ന ഒരു ശക്തനായ ദൈവമാണ് നമുക്കുള്ളത്. നമ്മളുടെ മക്കളെ ദൈവത്തിന് വേണ്ടി വളർത്തണമെന്ന പൂർണ്ണമായ ദൃഢനിശ്ചയത്തോടു കൂടെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ നമ്മൾ കൊള്ളാത്തതെന്ന് കരുതുന്നതിനെ പോലും അനുഗ്രഹിക്കുവാൻ ദൈവം തിരുമനസ്സാകുമെന്ന പാഠമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരിക്കൽ ഒരു അമ്മച്ചി എന്നെ വഴിയിൽ വെച്ച് കണ്ടപ്പോൾ, ഞാൻ യുവജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയ അമ്മച്ചി എന്നോട് പറഞ്ഞു, ബ്രദർ, എൻ്റെ മൂത്ത മകനെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങൾ ഉപദേശിച്ച് ഒന്ന് നന്നാക്കണം. എന്നിട്ട് നിങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ മുഴുവൻ സമയവും കൊണ്ടുപോയാലും എനിക്ക് കുഴപ്പമില്ല, അവനൊന്ന് നന്നായാൽ മതി. അമ്മച്ചിയുടെ വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ അമ്മച്ചിക്ക് വേറെ 2 ആൺമക്കളുണ്ട്. അവർ 2 പേരും നല്ല മിടുക്കന്മാരാണ്. അവർ വീട്ടിൽ ജോലി ചെയ്ത് അധ്വാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അമ്മച്ചി എന്താണ് പറഞ്ഞതെന്നറിയാമോ? അമ്മച്ചിയുടെ ആ 2 മക്കളെയും ദൈവത്തിന് വേണ്ടി കൊണ്ടുപോകാൻ അമ്മച്ചി നമ്മളോട് പറയുന്നില്ല. അമ്മച്ചിക്ക് കൊള്ളാത്തൊരു മകനുണ്ട്, കഞ്ചാവാണ്, വീട്ടിലെല്ലാം പ്രശ്നമാണ്. അവനെ എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയിട്ട് വേണമെങ്കിൽ അവൻ വീട്ടിൽ പ്രശ്നക്കാരനായതുകൊണ്ട് ദൈവജോലിക്ക് മുഴുവൻ സമയം കൊണ്ടുപോകാം. പ്രിയമുള്ളവരെ, നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലെ ആറ്റിറ്റ്യൂഡ്സ് ഇതാണ്. ഇപ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ശല്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കും അവർ വളരട്ടെ, അവരങ്ങനെ ദൈവത്തിൻ്റെ അടുത്തൊന്നും പോകണ്ട. ആരെങ്കിലും വന്നിട്ട് ഈ കുഞ്ഞിനെ ഒരു ദിവസം ഒന്ന് ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളുടെ കൂടെ ഒന്ന് വിടാവോ എന്ന് ചോദിച്ചാൽ പറയും, ഏയ് അവന് സമയമില്ല. കാരണം എന്താണ്? അവനെ കൊണ്ട് ഇപ്പോൾ ശല്യമൊന്നുമില്ല. എന്നാൽ ഒരു ദിവസം അവൻ നിനക്ക് ശല്യക്കാരനായി തീരും. നീ കാണുകയാണ് അവനെന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്നത്. അപ്പം നീ പറയും, അയ്യോ മക്കളെ വാ, എങ്ങനെയെങ്കിലും കൊണ്ടുപോ. നോക്കുക, നിനക്ക് ഉപകാരമുള്ള സമയത്ത് ദൈവത്തിന് ആ കുഞ്ഞിനെ കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാനായ കുഞ്ഞിനെ വിടുവാനായിട്ട് മനസ്സില്ല. ഒരിക്കൽ ഒരപ്പനും അമ്മയും വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മൂത്ത മകൻ, വളരെ നന്നായിട്ട് പഠിക്കുന്ന മകൻ, എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകും. +1 +2 പഠിക്കുകയാണ്. അവനൊരിക്കലും വീട്ടിലല്ല, കാര്യം എപ്പോഴും പഠിക്കാൻ പോവുക. രാത്രി വന്ന മുഴുവൻ സമയവും അവൻ പഠിത്തമാണ്. ഈ മകനെ പഠിക്കാൻ വിട്ടിട്ട് അവർ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുറിയിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് മനസ്സിലായി, വീടൊക്കെ അടച്ചിട്ടിരിക്കുക, അകത്ത് വന്നിരിക്കുന്നത് മാലാഖയാണ്. വളരെ തേജസ്സുള്ള മുഖം. അവർ കാലിൽ വീഴണോ കൈ കൂപ്പണോ എന്ത് ചെയ്യണോ എന്നറിയത്തില്ല. അവർ മാലാഖയെ വണങ്ങി. അപ്പോൾ മാലാഖ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ വന്നതാ. നിങ്ങളുടെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന നിങ്ങളുടെ പൊന്നോമന മകൻ നിങ്ങൾ കാറ്റഗീസത്തിനും വിടത്തില്ല, മറ്റൊരു കാര്യത്തിനും വിടത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുത്താതെ പഠിപ്പിക്കുന്ന മകനില്ലേ, ആ മകൻ അടുത്ത വർഷം ഈ ദിവസം മരിക്കും. അത് പറയാനാണ് ഞാൻ വന്നത്. അയ്യോ മാലാഖ എന്തായി പറയുന്നത്? അപ്പോൾ അവരോട് മാലാഖ പറഞ്ഞു, അടുത്ത വർഷം ഈ സമയത്ത് അവൻ മരിക്കും, പക്ഷെ അവൻ പോകാൻ പോകുന്നത് നരകത്തിലേക്കാണ്. അതും കൂടെ അറിയിക്കാനാണ് ഞാൻ വന്നത്. അവൻ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ അവൻ നരകത്തിലേക്ക് പോകും. എന്നാൽ നിങ്ങൾക്ക് 1 വർഷത്തെ സമയമുണ്ട്. ഈ സമയം കൊണ്ട് അവനെ ദൈവത്തെ ആരാധിക്കുന്നവനായും ദൈവത്തിന് പ്രാധാന്യം നൽകുന്നവനായും ജീവിക്കാൻ വിട്ടാൽ അവൻ ശക്തിശാലിയായ ഒരു മകനായി തീർന്നിട്ട് മനസാന്തരപ്പെട്ടിട്ട് മരിക്കുന്ന ദിവസം സ്വർഗത്തിലേക്ക് പോകും. മാതാപിതാക്കൾ അവൻ്റെ ആ മാലാഖയുടെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്തു ചെയ്യണം? മാലാഖ പറഞ്ഞു, ഈ വിവരം അവനോട് പറയാൻ പാടില്ല, പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊള്ളുക. പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ മരിക്കും. അവർ ആകെ പ്രശ്നത്തിലായി. മകൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൻ നോക്കുമ്പോൾ അപ്പനും അമ്മയും ജപമാല ചൊല്ലുക. അവനെങ്ങനെ റൂമിലേക്ക് പോകാൻ പോയി. കാരണം ഇവരങ്ങനെ പ്രാർത്ഥിക്കാറുമില്ല, പ്രാർത്ഥിച്ചാൽ ഇവനെ വിളിക്കാറുമില്ല. പക്ഷേ അപ്പൻ ഉടനെ വിളിക്കുകയാണ്, മോനെ നീ വാ ഇവിടെ ഇരിക്കുക. അവൻ ചോദിച്ചു, എനിക്ക് പഠിക്കാനുണ്ട്. അല്ലല്ല, പിന്നെ പഠിക്കാം. കാരണം അവനോട് കാര്യം പറയാൻ പാടില്ല. അവനെ നിർബന്ധമായി അവർ കൂടെ ഇരുത്തി പ്രാർത്ഥിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ
അവരെഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ പോകാറില്ല, എന്നാൽ ആദ്യമായിട്ട് ചെയ്യുകയാണ്. അവർ മകനെ തട്ടി ഉണർത്തി. പ്രിയമുള്ളവരെ, 1 വർഷം കൊണ്ട് അവനെ മാറ്റണമെങ്കിൽ ഈ അപ്പനും അമ്മയും എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് മാതാപിതാക്കൾക്കാണ് അറിഞ്ഞുകൂടാത്തത്? നിങ്ങളുടെ മക്കൾക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ, നന്മ വരട്ടെ. പക്ഷേ ഏത് മാതാപിതാക്കൾക്കാണ് അറിയാത്തത് എൻ്റെ മക്കൾ ഒരു ദിവസം മരിക്കുമെന്ന്? അപ്പോൾ നിങ്ങളുടെ സ്വന്തം മക്കൾ എവിടെ പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സ്വർഗത്തിൽ പോകണമെന്നോ നരകത്തിൽ പോകണമെന്നോ? ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ മക്കൾ ഇപ്പോൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്? എത്ര നേരം ബൈബിൾ വായിക്കുന്നുണ്ട്? നിങ്ങളുടെ മക്കൾ ദൈവത്തെ അനുസരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ മക്കൾ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ അവർ എന്നെങ്കിലും മരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? നിങ്ങളുടെ മക്കൾക്ക് ഒരു ജോലി കിട്ടുവാൻ വേണ്ടി എൻട്രൻസിനുള്ള ഏറ്റവും നല്ല സമയമായി നിങ്ങൾ കാണുന്നത് അവരുടെ കൗമാരക്കാലമാണ്. ഒരു വലിയ പ്രൊഫഷനിലേക്ക് അവർ കയറണമെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം അവർ ചെലവഴിക്കണമെന്ന് നിങ്ങൾ കാണുന്ന സമയം അവരുടെ കൗമാര പ്രായമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്വർഗത്തിലേക്കുള്ള എൻട്രൻസ് ആണോ ഏറ്റവും വലുത്? മറ്റു സ്ഥാപനങ്ങളിലേക്കുള്ള എൻട്രൻസ് ആണോ ഏറ്റവും വലുത്? സ്വർഗമാണ് ഏറ്റവും വലുതെങ്കിൽ സ്വർഗത്തിലേക്കുള്ള എൻട്രൻസിന് വേണ്ടി ഒരുങ്ങേണ്ട പ്രായം ഏതാണ്? അവരുടെ കുട്ടിപ്രായം തന്നെയല്ലേ? ആ പ്രായത്തിൽ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു ഒരുക്കം അവർക്ക് കൊടുക്കാതെ അവരെ ലൗകികമായ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ, ജീവിക്കുവാൻ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഈ മക്കളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം നിമിത്തം നിങ്ങളുടെ മക്കൾക്ക് സ്വർഗത്തിന്റെ ഫോക്കസ് നഷ്ടമായെങ്കിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എൻട്രൻസിൽ ഫോക്കസ് ചെയ്യുന്ന അനുസരണയുള്ള മക്കൾ ആ ഫോക്കസ് എടുത്തു മാറ്റി സ്വർഗത്തിലേക്കുള്ള ഫോക്കസ് കൊണ്ടുവന്ന് സ്വർഗപ്രാപ്തിക്കുതകും വിധം എൻട്രൻസുകൾ വാങ്ങിക്കുവാൻ തയ്യാറെടുക്കുന്ന സമർപ്പണമുള്ള ഒരു വിദ്യാർത്ഥിയായി അവർ മാറുമെങ്കിൽ, എൻട്രൻസ് പഠിക്കരുതെന്നല്ല, പക്ഷെ സ്വർഗത്തെ ആദ്യമായി ലക്ഷ്യം വെച്ചതിന് ശേഷം അവർ ആ ഒരു ആത്മീയതയോടുകൂടി എൻട്രൻസിന് തയ്യാറെടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മക്കളായി തീരുന്ന രീതിയിൽ നിങ്ങൾ അവരെ വളർത്തിയിരുന്നെങ്കിൽ അവരിപ്പോൾ മരിച്ചാലും സ്വർഗത്തിൽ പോകില്ലേ? നോക്കുക, അപ്പനും അമ്മയും മക്കളെ വളർത്തുന്നതിന് ചെലവഴിക്കുന്ന സമയം, ആ സമയത്തിൽ അവരെത്ര സമയം സ്വർഗപ്രാപ്തിക്ക് വേണ്ടി മക്കളെ ഒരുക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ടാകട്ടെ. നമ്മളുടെ മക്കൾ നാശത്തിലേക്ക് പോവുകയാണ്. കണ്ണുകളടച്ച് നമ്മുടെ കുടുംബത്തിലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഷാലോം മിനിസ്ട്രിയോട് ചേർന്ന് ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ സകല യുവജനങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ ഈ സമയം അങ്ങ് ആശീർവദിക്കണമേ. കർത്താവേ, സ്വർഗമാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഞങ്ങൾ പഠിപ്പിക്കാതെ പോയതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മക്കളിലേക്ക് അയക്കാനും ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കും നൽകിക്കൊണ്ട് ഈ മക്കളെ സ്വർഗോന്മുഖരായി വളർത്താനുള്ളൊരു വിവേകവും ഞങ്ങൾ കേൾക്കണമേ എന്ന്, സ്വർഗത്തിലേക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മക്കൾ കേൾക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.